അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അദ്ദേഹത്തിന്റെ ഏതൊക്കെ മേഖലയിൽ അദ്ദേഹം കൈവച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, അദ്ദേഹം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഛായാഗ്രഹണം പഠിച്ചിറങ്ങി അദ്ദേഹം ആദ്യം തന്നെ പ്രവർത്തിക്കുന്നത് മഹാന്മാരായ ചലച്ചിത്രകാരന്മാരുടെ കൂടെയായിരുന്നു. അരവിന്ദേട്ടന്റെ കാഞ്ചന സീത തുടങ്ങിയിട്ടുള്ള സിനിമകൾ അദ്ദേഹത്തിന്റെ ഒരു ഛായാഗ്രഹണ കലയിൽ ഏറ്റവും മികവ്, മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ക്യാമറാമാരിൽ ഒരാളായിരുന്നു ഷാജി കരുൺ. എനിക്ക് ആ കാലം മുതലേ അദ്ദേഹത്തെ അറിയാം. കാഞ്ചന സീത നടക്കുന്ന കാലം മുതലാണ്, ആ സമയത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. ഞാനന്ന് സഹസംവിധായകനായി ജോലി ചെയ്യണം. പിന്നീട് എത്രയോ കാലം അദ്ദേഹത്തുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പല മേഖലകളിൽ വെച്ച് നമ്മൾ കണ്ടുമുട്ടുകയും അദ്ദേഹം ചിത്രാഞ്ജലി സ്റ്റുഡിയോ ആരംഭിച്ച കാലത്ത് സ്റ്റുഡിയോ മാനേജറായിട്ട് അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ആ സ്റ്റുഡിയോ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകളുണ്ട്. ആ കാലഘട്ടത്തിൽ ചിത്രാഞ്ജലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒക്കെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും സേവനവും ഒക്കെ നമുക്കറിയാം. അതിനുശേഷം ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കാനായിട്ട് അദ്ദേഹമാണ് അതിന് മുൻകൈ എടുക്കുകയും അന്ന് രാമകൃഷ്ണൻ ടി.കെ. രാമകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന കാലത്താണ് ചലച്ചിത്ര അക്കാദമി രൂപീകരിക്കുന്നത്. ആദ്യത്തെ ചെയർമാനായിരുന്നു അദ്ദേഹം. പിന്നീട് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി വരുന്ന സമയത്ത് അദ്ദേഹം KSFDCയുടെ ചെയർമാനായി. ഞങ്ങൾ തമ്മിൽ ആ കാലത്താണ് ഏറ്റവും കൂടുതൽ ഒരുമിച്ച് ഔദ്യോഗികമായിട്ട് ഉള്ള പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ കാലം ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു വലിയ അടുപ്പവും സൗഹൃദവും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ നോക്കിയാൽ നമുക്കറിയാം. പിറവി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭം, ലോക നിലവാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് പിറവി. കാൻ ഫിലിം ഫെസ്റ്റിവലിലും അങ്ങനെ ഒരുപാട് അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിലൊക്കെ പുരസ്കാരം നേടുകയും ലോക ശ്രദ്ധ പിടിച്ചു പറ്റി അടുത്ത സിനിമകളിൽ തന്നെ അദ്ദേഹം അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ ചലച്ചിത്രകാരനായി മാറി. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വന്തമായാലും ശരി, വാനപ്രസ്ഥയിലും ഒക്കെ തന്നെ കാൻ ഫിലിം ഫെസ്റ്റിവലിലും മറ്റെല്ലാ ഫിലിം ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു സംവിധായകൻ എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തെ അടയാളപ്പെടുത്തപ്പെട്ടത്. അദ്ദേഹം ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രങ്ങൾ, ഇപ്പൊ അദ്ദേഹം ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഒരുപാട് സിനിമകൾക്ക് ഛായാഗ്രഹനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഞ്ചാഗ്നി നക്ഷത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സിനിമകൾക്ക്. ആ സിനിമകളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഏത് തരം സിനിമ എന്നൊന്നുമില്ല, അദ്ദേഹത്തിന്റെ ജോലി വളരെ സിൻസിയറായിട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു സിനിമയായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം മലയാള സിനിമയുടെ ചലച്ചിത്ര നയ രൂപീകരണത്തിന്റെ സമിതിയുടെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുകയായിരുന്നു. KSFDC ചെയർമാനായിട്ട് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാണ്ട് പുക്കാസയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം, പുരോഗമന കലാസാഹിത്യ സംഘത്തിൽ. അപ്പൊ അങ്ങനെ എല്ലാ മേഖലകളിലും അദ്ദേഹം പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു സൗഹൃദം, സിനിമയിലുള്ള സൗഹൃദം എല്ലാവരുമായിട്ടും. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സൗമ്യ സാന്നിധ്യം, അദ്ദേഹം ശബ്ദം നിർത്തി സംസാരിക്കുന്നത് പോലും നമ്മളാരും കേട്ടിട്ടില്ല. അത്രയും സൗമ്യമായ കാര്യങ്ങളോട് ഇടപഴകുകയും എല്ലാവരുമായിട്ട് സ്നേഹവും സൗഹൃദവും പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച സംവിധായകനും ഛായാഗ്രഹനുമാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് JC ലാൻഡ് പുരസ്കാരം കിട്ടി. മലയാളത്തിന്റെ മികച്ച ഇതിനുള്ള സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരം നേടി. പത്മശ്രീ അടക്കമുള്ള ഒരുപാട് ബഹുമതികൾ അദ്ദേഹത്തെ തേടിയിട്ടുണ്ട്. നാഷണൽ അവാർഡുകൾ ഒരുപാട് തവണ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച മഹാനായ ചലച്ചിത്രകാരനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ യോഗം വലിയ നഷ്ടം തന്നെയാണ് മലയാള സിനിമയിൽ. ശ്രീ കമൽ, അദ്ദേഹത്തിന്റെ ചിത്രങ്ങളൊക്കെ, താങ്കളും ഒരു സംവിധായകനാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളും വർക്കുകളൊക്കെ താങ്കളെ സ്വാധീനിച്ചത്? എങ്ങനെയാണ്? അയ്യോ, നമ്മളൊക്കെ എന്താ പറയുക, ആദരവോടുകൂടി നോക്കി കാണുകയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ. പ്രത്യേകിച്ച് പിറവി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രാജൻ സംഭവത്തെ ആസ്പദമാക്കിയെടുത്താണ്. ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ സമൂഹം കണ്ടിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു മരണമായിരുന്നു രാജന്റെ. മരണമാണോന്ന് ഇപ്പോഴും നമുക്ക്, അല്ലെങ്കിൽ തിരോധാനം, അല്ലെങ്കിൽ ഇന്നും തിരിച്ചറിയാത്ത രാജന്റെ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈശ്വരവാര്യത അനുഭവിച്ചിട്ടുള്ള വ്യഥ, അത് പ്രേംജി എന്ന നടനിലൂടെ അദ്ദേഹം ആ ചില സിനിമയിൽ ഒപ്പിയെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കാവ്യം പോലെയുള്ള ഒരു സിനിമയാണ് പിറവി എന്നുള്ളത്. അത് പ്രത്യേകിച്ച് മഴയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, എനിക്ക് സത്യത്തിൽ പിന്നീട് പെരുമഴക്കാലം എന്ന് പറയുന്ന സിനിമ ചെയ്തപ്പോൾ പിറവിയാണ് ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഒരു റോൾ മോഡൽ സിനിമ എന്നുള്ള രീതിയിൽ. കാരണം ഇങ്ങനെ ഒരു സിനിമയാണ് മഴയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, പല ഭാവങ്ങളിൽ മഴയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് പിറവി എന്ന് പറയുന്ന സിനിമയിലും ഷോട്ടുകളിലും, പ്രത്യേകിച്ച് ക്യാമറാമാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാസിക്കൽ സ്വഭാവം ഉണ്ടാവുന്നതാണ്. അത് അദ്ദേഹം സംവിധായകനാവുന്നതിന് മുമ്പ് ക്യാമറാമാൻ ആയപ്പോഴും ഏത് സംവിധായകന്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ആ സംവിധായകന്റെ രീതിക്ക് അനുസരിച്ച്, പക്ഷെ അദ്ദേഹം അതിന്റെ ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ക്ലാസിക്കൽ സ്വഭാവമുണ്ട്. അതെനിക്ക് തോന്നുന്നത് പുതിയ തലമുറ വരെ അത് കണ്ടു പഠിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫി ആയാലും അതിലെ ഫ്രെയിം വർക്ക് ആയാലും ശരിയല്ല. അതുപോലെ തന്നെ വാനപ്രസ്ഥം ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം
അദ്ദേഹത്തിന് ഒരു ലോക നിലവാരമുള്ള, അദ്ദേഹം ഇത്രയും വലിയ ക്യാമറാമാൻ ആയിട്ട് പോലും അദ്ദേഹം ഒരു ഫ്രഞ്ച് സിനിമയിൽ നിന്നൊരു ക്യാമറാമാനെ കൊണ്ടുവന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വർക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ് അദ്ദേഹം പിന്നീട് സന്തോഷ് ശിവനാണ് ആ സിനിമ പൂർത്തിയാക്കിയത്. അപ്പോഴും അദ്ദേഹം സന്തോഷ് ശിവനെ പോലെ അന്നത്തെ ഏറ്റവും തിരക്കുള്ള അല്ലെങ്കിൽ അത്രയും മികച്ചു നിൽക്കുന്ന ഒരു ക്യാമറ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ആ സിനിമ ചെയ്തത്. പിന്നെ മോഹൻലാൽ എന്ന നടനെ ബാലപ്രസത്തിലൂടെ അദ്ദേഹം ഏത് രീതിയിൽ പോർട്രേറ്റ് ചെയ്തുള്ളത് നമുക്കറിയാം. പ്രേംജിയെ നമുക്ക് പിറവിയിൽ നമുക്ക് കണ്ടതാണ്. അപ്പൊ കയ്യൊതുക്കത്തോടുകൂടി തന്റെ ക്രാഫ്റ്റിനെ സിനിമയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധായകനായിരുന്നു അദ്ദേഹം.